സ്വാതന്ത്ര്യമൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു തലമുറയായി മാറിയിട്ടുണ്ടോ? നേർവഴിക്ക് പോകുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വഴിതെറ്റിയവരെക്കുറിച്ച് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിലൊരു പ്രയോറിറ്റി വേണം. നമ്മളുടെ ഇന്നത്തെ സെറ്റപ്പിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി ഒരു പൊതു ഡിബേറ്റ് സമൂഹം ആരംഭിക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞാൽ പോകുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി അവൻ പുറത്തോട്ട് പോരുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ നിയമത്തിൽ മാറ്റമുണ്ടായി. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിൻ്റെ അഭിമാനത്തിലും തലയെടുപ്പോടും നിൽക്കുകയാണ് നാം ഓരോ ഭാരതീയനും. അതിലേറെ അഭിമാനത്തോടെയാണ് നാം കേരളീയർ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്വാഗതം. 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാനം നേട്ടമെന്ന് പറയുന്നത് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്? എൻ്റെ കാഴ്ചപ്പാടിൽ ഈ 80 വർഷത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നമ്മുടെ ഒരു സാഹോദര്യ ബന്ധത്തോടു കൂടി എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണൽ റയോട്ടില്ല, ഇവിടെ ആ രൂപത്തിലുള്ള വല്ലാത്ത പ്രശ്നങ്ങളില്ല. ഏകദേശം എല്ലാവരും ഒരു പൊതുധാരണയിലാണ്, ഒരു പൊതു കൾച്ചറാണ്. ഇന്ത്യ സമൂഹം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇന്ത്യക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് കേരളത്തിലെ പൊതുജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകോദര സഹോദരങ്ങളെപ്പോലെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ അപ്പുറത്ത് പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന വലിയൊരു സമൂഹം, സംസ്കാര സമ്പന്നം, അതോടൊപ്പം വിദ്യാഭ്യാസപരമായി വളരെ സ്പഷ്ടത, അതോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വർഷത്തെ ആഹ്ലാദത്തോടു കൂടി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പുതിയ തലമുറ, വരും തലമുറയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു മെസ്സേജ് എന്താണ് സാർ? ഇവിടെ ഒന്ന്, പുതിയ തലമുറയും നമ്മുടെ പഴയ തലമുറയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ തലമുറയിലെ തുടക്കക്കാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പുതിയ തലമുറയിൽ വന്ന ആളുകൾ അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുട്ടികളായി ജനിച്ച ആളുകൾ അവർക്ക് സ്വാതന്ത്ര്യ സമരം വായിച്ചേറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പഴയ തലമുറപ്പുള്ള ആളുകൾക്ക് അവർക്ക് അനുഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം അവരൊക്കെ ഇതിനകത്തെ ഒരു പങ്കാളികളായിരുന്നു, അവരിതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തലമുറകളുടെ വ്യത്യാസമല്ല, പക്ഷേ സാഹചര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ നമ്മളുടെ പ്രശസ്തമായ പാരമ്പര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മുടെ സമൂഹം തന്നെ മുൻകൈയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പുതിയ തലമുറ ഈ ചരിത്രബോധം തീരെയില്ല, പഴയ ചരിത്രത്തെക്കുറിച്ച് അവർ പഠിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. സ്വാതന്ത്ര്യമൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു തലമുറയായി മാറിയിട്ടുണ്ടോ? ഇല്ല, സമൂഹത്തിനകത്തെ ഒരു ചെറിയ വിഭാഗം അങ്ങനെയും വരാം. നമ്മളുടെ 3-3.5 കോടി ജനങ്ങളുള്ളതിനകത്ത് ചിലപ്പം 30-40 ആളുകൾ ആ നിലയിലോട്ട് പോയിന്നിരിക്കാം. പക്ഷേ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എത്രയാണ്? അത് വളരെ ടൈനിയാണ്. അത് നമുക്ക് കാര്യമായി കണക്കാക്കാൻ ശക്തിയുള്ളവരല്ല. പക്ഷേ അവരെക്കുറിച്ചാണ് ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നേർവഴിക്ക് പോകുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വഴിതെറ്റിയവരെക്കുറിച്ച് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിലൊരു പ്രയോറിറ്റി വേണം. ഏതാണ്? നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, സമൂഹത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കുന്ന ആളുകൾ, നാടിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വികസനത്തിന് വേണ്ടി ശക്തിയായി നിലയുറപ്പിക്കുന്ന ആളുകൾ. അവരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളി പുതിയ കുട്ടികൾ. അവർക്ക് അതിലെ ഒരു ചെറിയ ശതമാനം വല്ലതും ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ പല വിധത്തിലുള്ള സ്വാധീനത്തിൽപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ മലയാളികൾ ഇതിനോടെല്ലാം പൂർണ്ണമായി യോജിക്കുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം മൂല്യബോധമുള്ളൊരു തലമുറയാണ് ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയുന്തോറും വന്നുകൊണ്ടേയിരിക്കുന്നത്? മൂല്യബോധം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. നമ്മളൊരു പൗരൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഭാരതീയൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു മൂല്യബോധം നിലനിർത്തിയല്ലേ മതിയാകൂ. ആ മൂല്യബോധം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഭാരതീയർ എന്ന വാക്ക് പറയുന്നത്. അതുകൊണ്ട് അതിലൊക്കെ നന്നായിട്ട് നമ്മുടെ കുട്ടികൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്. മൂല്യബോധത്തിൻ്റെ കുറവ് ചെറിയ ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം,
പക്ഷേ അവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആധിപത്യമുള്ളവരെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ആ ആധിപത്യം അതിനപ്പുറത്തുണ്ട്. ഒരു സാഗരം പോലെയുണ്ട്, ശക്തമാണ്. ആ ശക്തിയെ ക്ഷയിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ മറ്റു വഴിയിലൂടെ പോകുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവരെ കൂടി നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള നല്ല ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. കേരളത്തിലെ യുവാക്കളുടെ ഒരു കൊഴിഞ്ഞുപോക്ക്, ഇപ്പോഴും യുവാക്കൾ കേരളത്തിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മൾ എത്ര തന്നെ ഭരണകൂടങ്ങൾ, ഏത് സർക്കാർ മാറി മാറി ഭരിച്ചാലും അതൊരു കാലഘട്ടത്തിനനുസരിച്ചുള്ള അതൊരു മാറ്റമാണ്. കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാഡം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം 80 വർഷത്തിനപ്പുറത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയ ആളുകളെക്കുറിച്ച് നമ്മൾക്ക് വളരെ ബഹുമാനവും അഭിമാനബോധവുമാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ ഈ 80 വർഷത്തിന് ശേഷം ഒരു നൂറ്റാണ്ടിനോട് നമ്മൾ അടുക്കാൻ ഇനി ഏതാനും വർഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ ചില ആളുകൾ ആ മൂല്യബോധത്തിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തുമില്ല. അവർ ഈ മൂല്യബോധത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഫോർ ദ ടൈം ബീയിങ് ചിലപ്പം ഒരു ആവേശത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആയിരിക്കണമെന്നല്ല അവരുടെ പൊതു ചിന്ത. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നോക്കുമ്പോൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് സർ? കാരണം ഈ കുട്ടികളെ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ കേരളത്തിൽ തന്നെ അവർക്ക് അത്രയേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തികച്ചും നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ പര്യാപ്തം തന്നെയാണോ? മാഡം ചോദിച്ച 2 പ്രധാനപ്പെട്ട വശങ്ങളാണ്. ഒന്ന് എഡ്യൂക്കേഷനകത്തെ പ്രധാനപ്പെട്ട അംശം എന്താ? അതിനകത്തെ സിലബസാണ്. സിലബസ് ഏതാ? 25, 30, 35 കൊല്ലക്കാലത്തിന് മുമ്പ് തീരുമാനിച്ച അന്നത്തെ കാര്യങ്ങളാണ് ഇപ്പോഴും പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു പുനരാവർത്തനം എന്ന് പറയുന്നത് വിരസതയാണ്. അവർക്ക് പുത്തനായിട്ടൊന്നും കിട്ടാനില്ല. വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് അവർ വിദേശത്ത് പോകുന്നത്? അവർ പഠിച്ച വിദ്യാലയത്തിലെ, യൂണിവേഴ്സിറ്റിയുടെ, അവരുടെ പഠന കേന്ദ്രത്തിൻ്റെ വിജ്ഞാനം കിട്ടിയാൽ ആ വിജ്ഞാനം അവർക്ക് പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാകുകയാണ്. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുകയാണ്. നമ്മുടെ ഒരു കുട്ടി BCom പഠിക്കുന്നു. അവനെല്ലാം നന്നായി പഠിച്ച് മിടുമിടുക്കനായി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫസ്റ്റ് റാങ്കോട് കൂടി ജയിച്ചാലും ശരി, അവന് കിട്ടാൻ പോകുന്ന ഒരു LD ക്ലർക്കിൻ്റെ ജോലിയാണെങ്കിൽ പിന്നെ പഠിച്ചതെല്ലാം പോയില്ലേ? അപ്പോൾ പഠനവും പ്രായോഗിക ജീവിതവും തമ്മിലൊരു ഡിഫറൻസ് വരികയാണ്. നമ്മൾ പഠിച്ചെടുത്ത് അത് ഭംഗിയായി നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സാധ്യതയ്ക്കാണ്, ജോലിയുടെ വരുമാനം പോലെ തന്നെ ഈ സാധ്യതയും കൂടിയാണ് ഇവൻ തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സാധ്യത ഉണ്ടാകുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടുമുക്കാൽ കാര്യങ്ങളിലും അതാണ് വരുന്നത്. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് സമ്പാദിച്ചെടുത്തുള്ള നമ്മുടെ അറിവ് നമ്മളുടെ നാളേക്കുള്ള യാത്രയിൽ ഒരു സഹായകരമായിട്ടുള്ള നിലയിലേക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശാബോധമുണ്ട്. പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങളുടെ അതെല്ലാം അവിടെ സിലബസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം അവരുടെ സിലബസായിട്ട് വരികയാണ്. അത് പഠിച്ചാൽ ആ വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകത്തക്ക വിധത്തിലുള്ള ഒരു ജോലി സമ്പാദനത്തിനുള്ള സ്കോപ്പ് വളരെ കൂടുകയാണ്. നമുക്കത് ഉണ്ടാകുന്നില്ല. ആ ഡിഫറൻസ് എങ്ങനെ നികത്താൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, മൈഗ്രേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിക്കുക, മൈഗ്രേഷൻ വളരെ തോതിനപ്പുറത്തേക്ക് പോവുകയാണ്. ആ മൈഗ്രേഷനെ തടഞ്ഞു നിർത്തണമെങ്കിൽ എന്താ വേണ്ടത്? അവർ പോകുന്ന സ്ഥലത്ത് എന്തിനു വേണ്ടിയാണ് ചെല്ലുന്നത് എന്ന് നോക്കണം. യൂണിവേഴ്സിറ്റികൾ, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ അവർക്ക് കിട്ടുന്ന സൗകര്യം, പഠനവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോയിൻറ്റ് പ്രോഗ്രാം, നമുക്കതൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് എന്തു വേണ്ടി സാമ്പത്തികമായി ക്ലേശമുള്ള കുട്ടികൾ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ, വിദേശത്ത് അവർ ജീവിച്ചാൽ പഠനവും നടക്കും, ജോലിയും നടക്കും. ഇവിടെ അതുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ നമ്മളുടെ ഘടനയ്ക്കകത്ത് എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകണം എന്നതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാകണം. ആ ചിന്ത ആർക്കാണ് ഉണ്ടാവുക? ഭരണാധികാരികൾക്ക്. അതിനനുസരിച്ച് എന്താ വേണ്ടത്? നിയമങ്ങളിൽ മാറ്റം വേണം. അതനുസരിച്ച് അവരെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആയിരിക്കണം. ഇന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് അല്ല. അവരിങ്ങനെ പഠിക്കുന്നു, കുറേ കാര്യം, ഒരു ഡിഗ്രി അവരുടെ കയ്യിൽ കിട്ടുന്നു, 3-ാം വർഷത്തിൻ്റെ 5-ാം വർഷത്തിൻ്റെ 7-ാം വർഷത്തിൻ്റെ അവസാനം കിട്ടുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയാൽ ജീവിതത്തിൽ
അവർക്കത് പ്രയോജനപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് വരണ്ടേ? അവർ പഠിച്ചത് തന്നെ അവർക്ക് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ വില എന്താ? അപ്പോൾ അതുകൊണ്ട് ഈ ഘടനയിൽ ബേസിക് ചേഞ്ച് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വളരെ ബേസിക്കായിട്ടുള്ള ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടി ഞാൻ ഇവിടെ യുവാക്കൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ കൂടെ നമുക്ക് സമൂഹത്തിന് നിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ ശരിക്കും നമ്മളെല്ലാവർക്കും എല്ലാം അറിയാം. കാലഹരണപ്പെട്ട സിലബസാണ്, ഇവിടെ വേണ്ടത്ര തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല, യുവാക്കളെ ഇവിടേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ മാറണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പോഴും നമുക്കത് പരിഷ്കരിക്കാനോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ കഴിയാത്ത രീതിയിലുള്ള ഏത് തടസ്സമാണ്, എവിടെയാണത്? എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം, പിന്നെ എന്തുകൊണ്ടാണ് മാറ്റാത്തത്? ഫുൾ പ്രൂഫോട് കൂടി നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം വെക്കുന്നു, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പിന്നെ എന്താ മാറ്റം ഉണ്ടാക്കാത്തത്? അപ്പോൾ ചേഞ്ച് വേണം, ബേസിക് ചേഞ്ച് വേണം. അതാണ് ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത്. ആ ചേഞ്ചിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്താണ് നമ്മളുടെ പോരായ്മ, അത് നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകണം. അതൊന്ന് എന്താ പോരായ്മ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. പരിഹാര മാർഗ്ഗങ്ങൾ തേടണം. അത് പ്രാക്ടിക്കലായിരിക്കണം. നമ്മൾ ദിവാസ്വപ്ന ജീവികളായി നിൽക്കാതെ ഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെ, നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. അത് നിയമപരമാകാം, അതിനപ്പുറത്തേക്കുമാകാം. അതുകൊണ്ട് അത് ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് വേണ്ടത്. ഈ കാലഘട്ടം മാറുകയാണ്, ഡിജിറ്റൽ യുഗത്തിലേക്കാണ് എല്ലാം മാറുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പൂർണ്ണമായും ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അക്രമവാസനയും കുറ്റവാസനയുമുള്ള ഒരു തലമുറ. അത് നമുക്കൊരു എണ്ണം ചെറുതാണ്, അതൊരു ന്യൂനപക്ഷമാണ് എന്ന് അങ്ങനെ കണ്ട് കണ്ണടയ്ക്കാൻ പറ്റുമോ? മാഡം, ഡിജിറ്റൽ ഡെവലപ്മെൻറ്റ് സർവ്വസാധാരണമായി വരാത്ത ചില രാജ്യങ്ങളുണ്ട്. അവിടെ അക്രമമില്ലേ, അവിടെ കൃത്യങ്ങളില്ലേ, കുറ്റവാസനയില്ലേ? അപ്പം ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കുറ്റവാസനയുടെ ആധാരം എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല. അത് ഓരോ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവരെ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളുടെ ഇന്നത്തെ സെറ്റപ്പിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു പൊതു ഡിബേറ്റ് സമൂഹം ആരംഭിക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഡിബേറ്റ് നടത്തി കോൺസെൻസസ് ഉണ്ടാക്കുക, അതനുസരിച്ചുള്ള നിയമനിർമ്മാണം വേണമെങ്കിൽ അതുണ്ടാക്കുക. ഘടനയിൽ മാറ്റം വേണമെങ്കിൽ, ഘടന എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഘടനയല്ല, ഈ വിതിൻ ദ ഫ്രെയിം വർക്ക് ഇതിനകത്ത് ചേഞ്ചസ് വേണമെങ്കിൽ ആ ചേഞ്ചസിനെ കുറിച്ച് ആലോചിക്കുക. സ്വാതന്ത്ര്യം കിട്ടി 80 വർഷം കഴിഞ്ഞില്ലേ? ആ 80 വർഷത്തിനപ്പുറത്തുള്ള കാര്യത്തിൻ്റെ പുനരാവർത്തനമാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ അത് വിരസതയിലേക്കല്ലേ പോകും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്താ, മാറ്റങ്ങളുള്ള സ്ഥലമാണ് ജനാധിപത്യം. എപ്പോഴും അതാണ്. പൗരാവകാശവും പൗരധർമ്മവും അതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതുചിന്തയുടെ ഒരു കേന്ദ്രമാണ്, ഇടമാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ ഈ ചേഞ്ചിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഈ സംവിധാനങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ മാറ്റാൻ കഴിയും. ആ മാറ്റത്തിന് വേണ്ടി എല്ലാവരെയും ചേർക്കണം, ചെറുപ്പക്കാരെയും ചേർക്കണം. ഈ വയലൻസ് കുറ്റവാസനയ്ക്കൊക്കെ പ്രധാന കാരണമായി നമ്മൾ ലഹരിയാണ്. ലഹരി ഒരു പ്രധാന ഘടകം തന്നെയാണ്. എവിടെ ആയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ അങ്ങേയുമായി ഈ അഭിമുഖം ചെയ്യുമ്പോൾ പോലും മാതാപിതാക്കളെ രാത്രി വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മകൻ്റെ കഥയാണ്. വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ലഹരിക്ക് അടിമയായ ഒരു മകൻ. പക്ഷേ ഇതിൽ നിന്നൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു നിയമത്തിൻ്റെ നിയമഘടനയൊക്കെ മാറി ഭരണഘടനയൊക്കെ മാറി നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? ലഹരിയും കുറ്റകൃത്യങ്ങളും അത് നമുക്ക് അവസാനിപ്പിച്ചാൽ മതിയാവും. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ലഹരിക്കകത്ത് വന്ന് പെട്ടിട്ടുള്ള പല ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ മതി. ആദ്യത്തെ ഘടക സാമ്പത്തിക മോഹികളാണ്, ഈസി മണിയാണ്. മറ്റുള്ളവൻ നശിച്ചാലും ശരി എൻ്റെ പോക്കറ്റ് വീർക്കണം എന്നുള്ള ദുർമോഹമുള്ള ആളുകളാണ്. അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമം തന്നെ വേണം. ഇപ്പോൾ ലഹരിയാണെങ്കിലും ഒരു ക്വാണ്ടിറ്റി ലഹരിക്ക് താഴെയാണ് കൈവശം ഇരിക്കുന്നത് എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞാൽ പോകുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി അവൻ പുറത്തോട്ട് പോരുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ നിയമത്തിൽ മാറ്റം ഉണ്ടായി. ആ നിയമത്തിൽ മാറ്റം എന്താ? ഇതുപോലുള്ള അനധികൃതമായി സമൂഹത്തെ തകർക്കാൻ വിനിയോഗിക്കുന്ന രാസത്വരകമായി നിൽക്കുന്ന ലഹരി പദാർത്ഥത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് യുക്തമായ രൂപത്തിൽ പ്രാപ്തമായ വിധത്തിൽ നിയമത്തിനകത്ത് അടിമുടി മാറ്റം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ശിക്ഷ ഉണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പോലും പലപ്പോഴും നമ്മൾ എത്രത്തോളം കാര്യക്ഷമതയോടെ നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യം. അങ്ങ് പറയുന്നത് പോലെ നിയമങ്ങൾ, കർശനമായൊരു നിയമം വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഈ കുറ്റവാസനകളും നമുക്ക് അങ്ങനെ നിയമം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ? ഒരു കാര്യം ആലോചിച്ചോളൂ മാഡം. സത്യം പറഞ്ഞാൽ ഈ ലഹരിക്ക് കുറ്റകൃത്യത്തിൽ ചാർജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി 3, 4, 5, 6 വർഷം കൊണ്ട് അവിടെ വിസ്താരം കഴിഞ്ഞ് അവൻ നേരെ പുറത്തോട്ടല്ലേ പോകും. അതിനേക്കാൾ കൂടുതൽ കുറ്റവാളിയല്ലേ ആയിട്ടല്ലേ രക്ഷപ്പെടുന്നു. ഇതൊരു സമ്മറി ട്രയലിൽ കാര്യം തീർക്കാൻ കഴിയണം. ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊരു തോന്നലുണ്ടാകണം. അതിനുപകാരപ്രദമായ ഒരു നിയമ സംവിധാനമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം. ഇതതില്ല. ഇപ്പം ലഹരി പിടിച്ചു, എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അത് നമ്മൾ ശേഖരിച്ച് വെച്ചു. അവിടെ ഇരിക്കുന്ന കുറേ കഴിയുമ്പോഴേക്ക് അവിടെ ഇരുന്ന് സ്വയം അതിൻ്റെ ലഹരി തന്നെ കുറഞ്ഞ് പോകും, തോത് കുറയും. ഞാൻ പറയും, ഈ രൂപത്തിലൊക്കെ നിസ്സാരമായി ഈ കാര്യത്തെ എടുക്കാതെ അതിനൊക്കെ ഒരു സമറി ട്രയൽ നടത്തി കുറ്റവാളികളെ നമുക്ക് കണ്ടെത്തി അവരിനി മേലാൽ ഇത് ചെയ്യാത്ത വിധത്തിൽ മറ്റാളുകൾക്ക് മാതൃകയാകുന്ന രൂപത്തിലുള്ള ശിക്ഷ നമുക്ക് നടപ്പാക്കി കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന്. രണ്ടാമത്തെ വർഗം ബോധവൽക്കരണം തന്നെയാണ്. മൂന്നാമത്തെ വർഗം ഈ രൂപത്തിലുള്ള ലഹരി സാധനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ. കള്ളക്കടത്ത് വരുന്ന MDMA അത് കടൽ കടന്നല്ലേ വരുന്നത്. അത് ഏതെങ്കിലും പോർട്ടിലോ അല്ലെങ്കിൽ കരയിലോ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സർവിലൻസ് വളരെ നെസസറി അല്ലേ. ആർക്ക് വരികയും ആർക്ക് പോവുകയും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സത്രമായി നമുക്കൊരു രാജ്യത്തിന് നിൽക്കാൻ പറ്റുമോ? ആർക്കും തോന്നിയത് ചെയ്യാം, അതിനുള്ള ഭൂമിയാണിത് എന്ന നിലയിലേക്ക് അത് പോകാൻ പറ്റുമോ? അതിനൊക്കെ നിയന്ത്രണം വേണം. ആ നിയന്ത്രണം എങ്ങനെ? ഈ സബ് കോണ്ടിനെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാനത്തെ നമ്മൾ ഉന്നം വെച്ചുകൊണ്ടും നാം ഈ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം നടത്തിയാൽ മതിയാവും. ലഹരി കേസിൽ പിടിയിലാകുന്നവരുടെയൊക്കെ നോക്കുമ്പോൾ ലോക്കപ്പുകളിൽ പോലും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, മീൻസ് അത്രയേറെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഇവരൊക്കെ ജയിലിൽ അടക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് ജയിൽ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്നുപോലും വാർത്തകളും റിപ്പോർട്ടും വരുന്നുണ്ട്. കേൾക്കൂ, ഇവരെ എല്ലാം അന്നേരം ജയിലിലോട്ട് കൊണ്ടുപോയാൽ പിന്നെ ജയിലെന്ത് ചെയ്യും? 7000 പേരെ മാത്രം നമ്മളെ ജയിലിലിടാൻ പറ്റൂ. നമ്മളുടെയൊക്കെ ലഹരി കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ 7000 താഴെയായിട്ട് നിർത്തിയാൽ ബാക്കിയുള്ളവരെ എവിടെ വിടാൻ പറ്റും? അപ്പോൾ ഓരോന്നിനും കുറ്റമനുസരിച്ചുള്ള ശിക്ഷയാണ്, ഓരോന്നിനും ഓരോ രൂപത്തിലാണ്. അതെല്ലാം ജയിലിലോട്ട് അടച്ചിട്ട് വേണമെന്നില്ല, പല രൂപത്തിൽ നമുക്ക് പറ്റും. അതെന്താണെന്നുള്ളതൊരു ചെറിയ ചർച്ചയിലേക്കകത്ത് നമുക്ക് തീർക്കാൻ പറ്റില്ല. ആ കുറ്റവാളികളെ അവർ കറക്ഷണൽ മെത്തേഡ് വേണമെന്നുള്ളതാണ്. ജയിലിൽ തന്നെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ജയിലിലിടുന്നത്, ജയിൽവാസം കറക്ഷണൽ മെത്തേഡിന് വേണ്ടിയാണ്. ആ രൂപത്തിൽ അവരെ മാറ്റി ട്രാൻസ്ഫർ ചെയ്യത്തക്ക വിധത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ UDF സർക്കാർ പുതുതായി ഒരു വയോജന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ ഒരു വയോജന കമ്മീഷനൊക്കെ വന്നതാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡായ രീതിയിലാണ് പുതിയ സർക്കാർ വയോജന വകുപ്പ് തന്നെ രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായാണ് അങ്ങനെ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഈ പോപ്പുലേഷൻ കണക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ 21% വയോജനങ്ങളാണ്. ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ 30%-ലേറെ വയോജനങ്ങളാകും. അതിന് പല ഘടകങ്ങളുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നു, മറ്റൊന്ന് യുവാക്കളുടെ എണ്ണം കുറയുന്നു, യുവാക്കൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ വയോജനങ്ങളോടുള്ളൊരു കെയർ, വയോജനങ്ങൾക്കെതിരെ വരുന്ന കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇത് നമുക്ക് ഇതിനകത്തൊരു നിയമത്തിൻ്റെ മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ നമ്മുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, അവരെ നോക്കാത്ത ചില മക്കളും ഉണ്ട്. എല്ലാവരും ഞാൻ പറയുന്നത് ചിലർ, അവർ ഈ മക്കൾക്ക് കുറച്ച് സമ്പത്തും ഉണ്ടെന്ന് വിചാരിച്ചോളൂ, പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്കും ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നില്ല എന്നുള്ള ദുഃഖം പറയുന്ന നിരവധി ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കുക, എന്നാൽ പിന്നെ നല്ല നിയമമല്ലേ ഉള്ളത്, നിങ്ങളെൻ്റെ കോടതി, അയ്യോ മോനെതിരെ ഞാൻ കോടതി പോകുന്ന പ്രശ്നമില്ല. ഇതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ കൂടെ പ്രശ്നമുള്ളത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണ്ടേ. ഏതായാലും ഈ സാഹചര്യം നമുക്കുണ്ടാകാതിരിക്കട്ടെ. നേരത്തെ മാഡം എന്നോട് പറഞ്ഞ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, ചെറുപ്പക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കേരളം എന്താകും എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
അതിന് വയോജനങ്ങളാണെങ്കിലും ശരി, അവരെ നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് വിനിയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാൽ മതി. അവരെല്ലാം വയോജനങ്ങളായിപ്പോയി, അതുകൊണ്ട് അവരുടെ എല്ലാ ശേഷിയും നശിച്ചു, അവർക്കിനി ജീവിതത്തിൽ ഒന്നും ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയില്ല എന്നൊരു തിങ്കിങ് നമ്മളെയും വേട്ടയാടുന്നുണ്ട്. അതേസമയം അവർക്കും പോസിറ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലേക്ക് അവരുടെയും കഴിവുകളും അവരുടെയും പൂർണ്ണമായ അവരുടെ ഇൻപുട്ടും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഈ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാൻ പറ്റും. ഈ അങ്ങൊരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, മന്ത്രിയായി ഇരുന്ന, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ്, ഇപ്പോൾ സ്പീക്കർ എന്ന പദവിയിൽ നിന്ന് ഭരണപ്രതിപക്ഷത്തേക്ക് നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അപ്പോൾ ആദ്യ നിയമസഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ കയ്യടിയൊക്കെ കിട്ടിയത് ഒരു സ്പീക്കറിന് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പക്വതയോടുകൂടിയൊക്കെ നിയമസഭയെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടിയുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെയാണ്? നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു ആർജിതമായ ഒരു കഴിവ് നമുക്ക് കിട്ടുകയല്ലേ. നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആർജിതമായ ഒരു അനുഭൂതി. ഞാൻ എത്രയോ കാലത്തോളമായി, 8 തവണയായി ഇപ്പോൾ നിയമസഭയിൽ തന്നെ അംഗമായിട്ട് ദീർഘകാലമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ആർജിതമായി കിട്ടിയിരിക്കുന്ന ഒരു സ്വാഭാവികമായ പുതിയ അറിവുകളുണ്ടാകാം. പിന്നെ സഹപ്രവർത്തകർ എന്നോട് കാണിക്കുന്ന സ്നേഹമുണ്ട്. നേതാക്കന്മാർ എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഒരു നല്ല തൃപ്തിയായിട്ടാണ് ഇടപെടുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് മുതിർന്ന നേതാവ് പിണറായി വിജയനാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നതാണ്. LDF പ്രതിപക്ഷത്തിരിക്കുന്നു. UDF വലിയ രീതിയിൽ അഭിമാനത്തോടുകൂടി 102 സീറ്റുമായി ഭരണപക്ഷത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ഏറ്റവും മുതിർന്ന തലപ്പൊക്കമുള്ളൊരു നേതാവ് ഇവരെ നിയന്ത്രിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്നൊരു അതൊക്കെ വളരെ സ്മൂത്തായി തന്നെ കൊണ്ടുപോകാൻ അങ്ങേക്ക് കഴിയുന്നുണ്ട്. അത്രയും മുതിർന്ന ആളുകൾ ഫ്ലോറിൽ വരുന്നത് എനിക്ക് സന്തോഷമല്ലേ. അതെ അതെ. കാരണം അവരുടെ അഭിപ്രായത്തിന് തന്നെ ആ പക്വതയുണ്ടാകും, ഒരു പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാകും. അവർ പുത്തൻ ആളുകളല്ലല്ലോ, അവർക്ക് നല്ല അനുഭവ പരിചയമുള്ള ആളുകളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അനുഭവങ്ങൾ നമ്മുടെ സഭയെ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരും വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തം സക്സസ് സ്റ്റോറി. ഒരു വളരെ സരസമായൊക്കെ രീതിയിലാണ് പലപ്പോഴുമൊക്കെ ചില കമൻറ്റുകളൊക്കെ അങ്ങയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അത് നല്ല രീതിയിലൊരു, കാരണം അത്രയേറെ രൂക്ഷമായി കലുഷിതമായി നിൽക്കുന്ന വേളയിലൊക്കെ അങ്ങയുടെ സരസമായ കമൻറ്റുകളൊക്കെ രസകരമാകുന്നു. അതൊക്കെ സ്വതസിദ്ധമായി വരുന്നത് തന്നെയാണോ, അതോ അങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചിട്ടാണോ? അല്ലല്ല, ഇതൊന്നും തീരുമാനം സ്പോണ്ടേനിയസ് അല്ലേ. ഇതെല്ലാവരും കൂടി സഹായിച്ചു. ഞാനും അതിന് നന്നായി കോർഡിനേറ്റ് ചെയ്തു. ഞാൻ അവർക്ക് കൊടുക്കേണ്ട മുഴുവൻ റെസ്പെക്റ്റും പൂർണ്ണമായി കൊടുക്കും. അവരെനിക്ക് തരേണ്ട മതിപ്പും നൽകാറുണ്ട്. ഇത് നല്ല ഇക്വേഷനാണ്, നല്ല സ്വീറ്റായിട്ടുള്ള ഇക്വേഷൻ. ആ ഇക്വേഷനാണ് കേരള അസംബ്ലിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. അത് തുടരണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് ഈ പുസ്തകോത്സവമൊക്കെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം. അത്തരം കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ ഇനി തുടരുമോ അതോ എങ്ങനെയാണ്? നമ്മുടെ ഒത്തിരി അജണ്ടയുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭയിലെ സാമ്പത്തിക ക്ലേശങ്ങളുമുണ്ട്. എങ്ങനെ അത് നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ കൂടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. ഈ പറയുന്നത് നമ്മുടെ അജണ്ടയ്ക്കകത്ത് ഒരു പ്രധാനപ്പെട്ട ഇനം തന്നെയാണ്. പക്ഷേ പ്രശ്നം നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സ് വളരെ പരിമിതമാണ്. അതിനകത്ത് നിന്ന് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഒന്നും നോന്നില്ല, ഒന്നിനോടും നമ്മൾ ഷട്ടർ ഇട്ട് അടയ്ക്കുന്നില്ല, എന്നാൽ എല്ലാം യേസ് എന്ന് പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിക്കുന്നുമില്ല. ഞങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ പരിമിതിക്കകത്ത് നിന്ന് ചെയ്യാവുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടത്തുന്നുണ്ടോ? സ്വാഭാവികമല്ലേ, പരിഷ്കാരം ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പരിഷ്കാരം വേണം. അതെവിടം തൊട്ട് എങ്ങനെ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി.